അവര് നൊന്തു പ്രസവിച്ച മക്കളെ അല്ലാഹുവേ നീ ഏറ്റവും നല്ല മക്കളാക്കി ഉമ്മാക്ക് കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. പെട്ടെന്ന് പെട്ടെന്നുണ്ട് അസീസിക്കാണ് നിങ്ങളുടെ പെണ്ണുങ്ങൾ വളരാത്ത എന്താ? ഉമ്മാന്റെ പേരിൽ ഒരു അസീസിക്ക എന്നോട് പറയണ്ട, നമ്മൾ അടുത്ത ആളല്ലേ. അസീസിക്ക ദമാം KFCCയുടെ പ്രസിഡന്റാണ്. നമ്മുടെ എല്ലാ സംരംഭങ്ങളും ഏത് കാര്യം പറഞ്ഞാലും ദീനീയായ കാര്യത്തിൽ സഹകരിക്കുന്ന ആളാണ്. ദമാം KMCC ഇൻഷാ അല്ലാഹ് നമ്മുടെ വയനാട്ടിലെ 2000-ഓളം കുടുംബങ്ങൾക്ക് 300 കുടുംബങ്ങൾക്ക് ഓരോ മാസവും അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനകത്തൊക്കെ സഹകരിക്കും. മരുന്ന് അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബത്തെയും ഭാര്യയെയും നീ കബൂലാക്കണയല്ല, പ്രയാസങ്ങൾ മാറ്റണയല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണയല്ല. എന്റെ വീട്ടില് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് എന്നെ കാണാൻ വന്ന ആളാണ്, അങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട ആളാണ്. അവരെ മറക്കാൻ പാടില്ലല്ലോ. അസൈനാട് പനവര 25,000 രൂപ. അള്ളാഹു അസൈന സാഹിബിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം നൽകട്ടെ, നന്മ നൽകട്ടെ. എളമ്പിലായി മൊയ്തീൻ 50,000 രൂപ. ഞാൻ ഏതെങ്കിലും വായിക്കാൻ വിട്ടുനോക്കിയാൽ നിങ്ങൾ പറയണേ. അള്ളാഹു സ്വീകരിക്കട്ടെ, ദേഹസുഖത്തിനും കുടുംബത്തിനും അള്ളാഹു ദേഹത്തിന് സുഖം നൽകട്ടെ, ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. PC ഇബ്രാഹിം ഹാജി കമ്പളക്കാട് 50,000 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മനസ്സിലൊരു മുറാദുണ്ട്, എന്റെ അടുത്ത സുഹൃത്താണ്, അത് നടക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആമീൻ പറയുന്ന അല്ലാഹുവേ, ആ മുറാദ് നീ ഹാസിലാക്കണയല്ലോ. അതിനെന്ത് തടസ്സമാണോ നീ ഇന്നത്തെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടത് തട്ടിമാറ്റി അതിന്റെ വഴി നീ എളുപ്പമാക്കണയല്ലോ. ഇൻഷാ അല്ലാഹ് ഖൈറുണ്ടാവും. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി സ്വർണ്ണമോതിരം, ഒരു സ്വർണ്ണ അലിക്കത്ത്, ഇങ്ങനെ ധാരാളം പേര് ദുആ കൊണ്ട് വസിയത്തുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കീൻ. സഹോദരിയുടെ ചെവിക്ക് കേൾവിശക്തിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അതിന്റെ തടസ്സങ്ങൾ അള്ളാഹു മാറ്റട്ടെ. ആ വഴി നിൽക്കുന്നവരൊക്കെ ഒന്ന് വരും ദുആ ചെയ്യാൻ. കല്ലങ്കോടൻ ആയിഷ 1,001 രൂപ വീട് പണിക്ക്. 5-10 വയസ്സുള്ള എന്റെ 2 കുട്ടികൾ സ്ഥിരമായി കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നു. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യാൻ. മകൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ. മാതാവ് അള്ളാഹു ആ കുട്ടികളുടെ പ്രയാസം മാറ്റട്ടെ, മകൾക്ക് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകട്ടെ. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ, കുട്ടി ഉണ്ടാവാൻ, മരിച്ചുപോയ ഉമ്മാക്കും മോനുക്കും വേണ്ടി ദുആ ചെയ്യാൻ, ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, ഇങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ പറഞ്ഞ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 500, 100, 2000 ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ദുആക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. എല്ലാം പറയാനുള്ള സമയമില്ല. നാളെ നമ്മുടെ വാദമുണ്ട്. ചെവി കേൾക്കാത്ത ഒരു സഹോദരി 500 രൂപ. അവിടെ നിൽക്കി മുമ്പോട്ട് വരല്ലേ. അല്ലാഹ് ഇവിടെ സാധനമൊന്നുമില്ലേ. എല്ലാവരും ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയണ സലാത്ത് ഉറക്കെ ചെല്ലുക. കൊറോത്തര മൊയ്തീൻ 100 ചാക്ക് സിമന്റ് മരിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും മകന്റെ കാലിന്റെ അസുഖം മാറാൻ ദുആ ചെയ്യാൻ. അള്ളാഹു ഉമ്മാടെ ഉപ്പാടെയും കബറിടം വിശാലമാക്കട്ടെ, ഉമ്മാന്റെ രോഗം അള്ളാഹു ശിഫയാക്കട്ടെ. ലൈവ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ മതപ്രഭാഷണം മാത്രമല്ല, അവസാനത്തെ ഈ ദുആയിൽ 100 കണക്കിന് ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രത്യേകത, ഒരു ടിപ്പർ മെറ്റിൽ വാണിയങ്കണ്ടി ബഷീർ അള്ളാഹു സ്വീകരിക്കട്ടെ, ഒരു ടിപ്പർ മെറ്റിൽ കുനിയിൽ ബഷീർ, ഇങ്ങനെ അള്ളാഹു അവരുടെ ആ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും. ഇങ്ങനെ സിമന്റ്, മെറ്റില്, കട്ട, മിനാരം, ഇൻഷാ അല്ലാഹ് പള്ളിയുടെ ഒരു മിനാരം ഞങ്ങളുടെ കുടുംബം വെക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞേക്കണം. 50 ചാക്ക് സിമന്റ് എടപ്പെട്ടൻ ജമാൽ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. കവളിക്കൽ മുജീബ് 25,000 രൂപ അള്ളാഹു ഖൈർ നൽകട്ടെ.
അള്ളാഹു പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. കോറോത്തറ മഹ്റൂഫ് 50 ചാക്ക് സിമന്റ് മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണം. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. പിലാക്കണ്ടി അലീമ ആരാ മുജീബേ നിങ്ങളുടെ കുടുംബ മുജീബ് പിലാക്കണ്ടി എന്റെ വയനാട് ആദ്യകാല സുഹൃത്താണ്. ഇന്നും ആ സുഹൃത്ത് ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ. പുതിയ വീട് അള്ളാഹു സക്കീനത്തിന്റെ ഭവനമായി അള്ളാഹു സ്വീകരിച്ചു കൊടുക്കട്ടെ. പിലാക്കണ്ടി അലീമ 25 പാക്കറ്റ് സിമന്റ് അള്ളാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. ഇനി ധാരാളം സ്വരങ്ങൾ നമുക്ക് ദുആ ചെയ്യാൻ സമയം വൈകി. ഇൻഷാ അല്ലാഹ് ഞാൻ സംഘാടകരോടൊക്കെ ഒന്നുകൂടി പറയാൻ, പരമാവധി പരിപാടികൾ നേരത്തെ തുടങ്ങണം. 9 മണിയാകുമ്പോൾ തുടങ്ങിയാലേ പറയുന്ന വിഷയം പറഞ്ഞ് അവസാനിച്ച് 12 മണിക്ക് തീർക്കാൻ പറ്റും. ഇനി ഇൻഷാ അല്ലാഹ് എന്റെ അടുത്ത പരിപാടി ബത്തേരിയിൽ മാർച്ച് 29 അടുത്ത പരിപാടി ബത്തേരിയിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് മാർച്ച് 29